ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ച് സുപ്രീം കോടതി കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനിത, അത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും അവിടുത്തെ പാവപ്പെട്ടവരെയും പാർശ്വവൽക്കൃതരെയും ഒഴിവാക്കാനാണ് നീക്കമെന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അത് അനർഹരെ ഒഴിവാക്കാനാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോഴും ഏറ്റവും ഗൗരവതരമായ ഒരു വ്യവഹാരത്തിലേക്ക് കോടതി കടക്കുന്നു എന്ന് കരുതണോ വിനീത? തീർച്ചയായും ഹാഷ്മി, നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ആശങ്കകൾ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇവരൊരു ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചയിന്മേൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നായിരുന്നു പിന്നീട് ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഞങ്ങൾ ഇതിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം TMCയും ഇന്ന് RJDയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണം, അതും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ ഇത്തരത്തിലേക്കൊരു പട്ടിക പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക. ഒപ്പം തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കുടിയേറ്റ തൊഴിലാളികളുള്ളൊരു മേഖലയാണ്, ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ അടക്കം ഈ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലേക്ക് ഇരു പാർട്ടികളും ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹർജിയിന്മേലാണ് ഇപ്പോൾ നടപടിയായിരിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതി ഈ ഹർജി കേൾക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ മാസം 10-ന്, അതായത് വ്യാഴാഴ്ചയായിരിക്കും ഈ ഹർജി കേൾക്കുക. അടിയന്തര ഇടപെടൽ തേടി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണിത്. അതായത് 2003 മുതൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ അവരുടെ യോഗ്യത തെളിയിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു നിർദ്ദേശം വയ്ക്കുമ്പോൾ ആ സംസ്ഥാനത്ത് തന്നെ ഏതാണ്ട് 37% ആളുകൾ ഇങ്ങനെ അവരുടെ പക്കലുള്ള രേഖകൾ ഇനിയും ഹാജരാക്കേണ്ടി വരും. ഇത് ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഈ തീവ്ര പരിഷ്കരണം എന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടി സമയമെടുത്ത് നടപ്പാക്കേണ്ടതില്ല എന്നാലും പറയുന്നില്ല. പക്ഷേ അത് കുറെ കൂടി വിശാലമായി നടപ്പാക്കേണ്ടതാണ്. ഇതാകെ ഒരു മാസത്തിന് മുകളിൽ മാത്രമുള്ള സമയം. ബീഹാർ പോലൊരു സംസ്ഥാനം, ഒരുപാട് ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം, ഒരുപാട് പാവങ്ങളും ഈ ഫോം പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത കുറേയധികം ജനവിഭാഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രതിപക്ഷം തന്നെ എന്ന് ശരിയാവണ്ണം പറയുന്ന സംസ്ഥാനം. അതുകൊണ്ടാണ് കുറേയധികം പേർ ഈ വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് ആധാർ കാർഡ് പോലും ആ പട്ടികയ്ക്കകത്തില്ല. ആധാർ കാർഡ് ഉൾപ്പെടുത്താത്തതിന് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പല ആശങ്കകൾ അതിലുണ്ട്. ആ ആശങ്കകൾ പലതും യാഥാർത്ഥ്യമുള്ള ആശങ്കകളുമാണ്. കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നതാണോ പാർട്ടികളുടെ പ്രതീക്ഷ വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. അതായത് ആദ്യഘട്ടത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ID പ്രൂഫ് എന്ന നിലയിൽ അതിനെ പരിഗണിക്കാമെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും ആധാറിനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലേക്ക് ഒരു ആശങ്കയുണ്ട്. ഇതിൽ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം അത് സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുമ്പോഴും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര ധൃതി പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്തിനാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ചോദിക്കുന്നത്. അത് ഈ കൃത്യമായിട്ടുള്ള രേഖകൾ അവർക്ക് ഈ അവിടെയുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് അത് ഹാജരാക്കേണ്ടി വരും. ഈ ചിലർക്ക് അത് കൃത്യമായി ഹാജരാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടും. ഇങ്ങനെ ഏതാണ്ട് 37% ആളുകൾ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ. ഇത് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണെന്നും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം ഈ പ്രതിപക്ഷത്തിന്റെ വോട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇതെന്നുമാണ് അവർ രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഇതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കണമെന്നും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ TMCയും ഒപ്പം തന്നെ RJDയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം മനു അഭിഷേക് സിംഗ് ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ ഈ വിഷയം മെൻഷൻ ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ ഈ കേസ്, ഇവരുടെ ഹർജികൾ പരിഗണിക്കാമെന്നും ഇവരുടെ ഈ ആശങ്ക കേൾക്കാമെന്നും സുപ്രീം കോടതി സമ്മതിച്ചിരിക്കുന്നത്. ഈ വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കും. അതിൽ ഈ ആശങ്ക ഒഴിവാക്കുന്ന തരത്തിലുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും വിശ്വാസം. ഹാഷ്മി.